പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ കായംകുളത്ത് പാമ്പ് കടിയേറ്റ് യുവതി മരിച്ചതിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ആരോപണം. സെലീനയെ കടിച്ചത് പാമ്പ് തന്നെയെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് ആന്റിവെനം നൽകാതിരുന്നത് എന്നാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വിശദീകരണം. എന്നാൽ പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനാസ്ഥ മൂലം ഒരു ജീവൻ നഷ്ടപ്പെട്ടുവെന്നും അന്വേഷണം വേണമെന്നും മുൻ മന്ത്രി ജി സുധാകരൻ ആവശ്യപ്പെട്ടു. അതായത് ഈ പാമ്പിന്റെ വിഷബാധ ഏറ്റിട്ടുള്ള രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ASU നൽകാനായിട്ട് സാധിക്കത്തില്ല. രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊടുത്തേനെ. ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിക്ക് അനുസരിച്ച് ASU നമ്മൾ നൽകും. നമ്മുടെ ആശുപത്രിയിൽ ASU ഉണ്ട്. നിലവിൽ ഇപ്പോൾ 11 ASU നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പിന്നെ അതുകൂടാതെയുള്ള ഇപ്പോൾ അട്രോപ്പിനെ, നിയോസിക്മിൻ അടക്കമുള്ള ഇപ്പോൾ മൂർഖന്റെയും ശംഖുവരേന്റെയും ഒക്കെ കടിയേറ്റാൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്ന് വരെയും ആശുപത്രിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ASU നൽകിയില്ല എന്നുള്ള ഒരു ആരോപണം ശരിയാണെന്ന് തോന്നുന്നില്ല. പാമ്പ് കടിച്ചാണെന്ന് പാമ്പ് വിളിച്ച് പറയണമല്ലേ, ഞാനാ കടിച്ചതെന്നല്ല. അത് ശരി. പിന്നെ എന്തിനാ ഡോക്ടർമാരോട്ടിരിക്കുന്നത്? അതൊന്നും വിശദീകരണമൊന്നും ശരിയൊന്നുമില്ല. ആന്റിവെനം ഉണ്ടായിട്ടും അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് ഗുരുതരമായ കുറ്റം ഇല്ലെന്നാണ് ആദ്യം അറിയുന്നത്. അപ്പോൾ ഉണ്ടായതെന്ന് അവർ തന്നെ പറയുന്നത്. അത് ഗവൺമെന്റ് അന്വേഷിച്ച് നടപടി ഉണ്ടാവണം. അല്ലാതെ നടപടി എടുക്കണം. ആന്റിവെനം ഉണ്ടായിട്ടും ആന്റിവെനം കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ വീഴ്ചയല്ലേ? പേഷ്യന്റ് പറയുന്ന മുഖവിലക്ക് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ, ആന്റിവെനം എടുക്കാമല്ലോ. അത് ഉണ്ടായിട്ട് എടുത്തില്ല എന്ന് പറയുമ്പോൾ അവർ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. പിന്നെ അന്വേഷണപ്പെടും. മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതല്ലേ, അന്വേഷണം വേണമല്ലോ. വിവരങ്ങളുമായി മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന്റെ കാരണം പാമ്പ് കടിയേറ്റതാണ്, അതിന്റെ പാടുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ്. ഡോക്ടർമാർക്ക് അത് ആ സമയത്ത് തിരിച്ചറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്ന ആന്റിവെനം ഈ സെലീനയ്ക്ക് നൽകാമായിരുന്നു. അനാസ്ഥയാണോ സെലീനയുടെ മരണ കാരണം? അരുൺകുമാർ, 42-കാരിയുടെ മരണത്തിൽ കുടുംബം പരാതിയുമായി പോകുന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്നും മരണത്തിലേക്ക് പോലും നയിച്ചത് ആദ്യ മണിക്കൂറുകളിൽ ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ പ്രാഥമിക നടപടികളിലെ വീഴ്ചയാണെന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഇവിടെ ആശുപത്രി നൽകിയിട്ടുള്ള വിശദീകരണം പാടെ തള്ളുന്നതാണ്. അവരുടെ വിശദീകരണത്തിലെ വാദഗതികളെ പാടെ തള്ളുന്ന പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ സ്ത്രീയുടെ ശരീരത്ത് എവിടെയും പാമ്പ് കടിച്ചതിന്റെ ലക്ഷണങ്ങളില്ലായിരുന്നു. ഒപ്പം തന്നെ പാമ്പ് കടിച്ചതിന്റെ ഒരു പാട് മാത്രമേ ഉള്ളായിരുന്നു, അതിൽ ചോര പൊടിഞ്ഞിട്ടില്ലായിരുന്നു, നീര് വന്നിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആശുപത്രി അത് വിശദീകരിച്ചത്. ഒപ്പം തന്നെ ആന്റിവെനം കൊടുക്കുന്ന സാഹചര്യമില്ലായിരുന്നു. രക്തപരിശോധന നടത്തി കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സ്ത്രീ ശുചിമുറിയിലേക്ക് പോകുന്നതിനിടയിൽ തലകറങ്ങി വീണ നടക്കമുള്ള വാദങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ആദ്യ മണിക്കൂറുകൾ തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെ ഇത്തരം പാമ്പ് കടിച്ചാൽ അത് ഏത് പാമ്പാണെന്ന് അറിയത്തില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെത്തിയാൽ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങളിലൊരു കൃത്യമായ ബോധ്യം ആശുപത്രിയിലെ അധികൃതർക്കും പറയാനില്ല. എന്താണെങ്കിലും ഇവരുടെ മരണത്തിന് കാരണമായത് പാമ്പ് കടി തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ അതിന്റെ വിദഗ്ധമായ പരിശോധന ഈ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധന കഴിച്ചിട്ടുണ്ട്. അതുകൂടി വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും ഏത് പാമ്പാണ് കടിച്ചതെന്നും എത്രത്തോളം വിഷം അകത്തു ചെന്നുവെന്നും കൃത്യമായ മരണത്തിന്റെ കാരണവും വ്യക്തമാവുകയുള്ളൂ. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.